മടങ്ങി വരുമ്പോൾ കുവൈറ്റ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ, കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ്, വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാർ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക. കോട്ടയം സ്വദേശികളായ മരിച്ച 3 പേരുടെ മൃതദേഹം മോർച്ചറികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങ് നാളെയും, പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെയും പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കും. ദുരന്തത്തിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളികൾ അപകടനില തരണം ചെയ്തു. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യം ശ്രീജിത്ത് ഉണ്ട് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, കോട്ടയത്ത് 3 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നാളെയും അടുത്ത ദിവസങ്ങളിലുമായിട്ടാണ് നടക്കുന്നത്. ശ്രീഹരിയുടെയൊക്കെ മരണം വലിയ ദുരന്തമാണ്. എന്താണ് അവരുടെ വീട്ടിൽ മൃതദേഹം എത്തിച്ചതിന് ശേഷമുള്ള സാഹചര്യം? അതോ മോർച്ചറികളിൽ തന്നെയാണോ ഇപ്പോഴും മൃതദേഹം? സജിത്ത്, മോർച്ചറികളിൽ തന്നെ മൃതദേഹം തുടരുകയാണ്. നേരത്തെ സജിത്ത് പറഞ്ഞതിലൊരു ചെറിയ വ്യത്യാസമുള്ളത്, ശ്രീഹരിയുടെയും ഷിബു വർഗീസിന്റെയും സംസ്കാരം നാളെ തന്നെയാണ്. ആദ്യഘട്ടത്തിലാണ് ഷിബു വർഗീസിന്റെ സംസ്കാരം തിങ്കളാഴ്ച എന്ന് തീരുമാനിച്ചിരുന്നത്. ഷിബു വർഗീസിന്റെ സംസ്കാരവും നാളെ അത് പായിപ്പാട് പള്ളിയിൽ നടക്കും. ശ്രീഹരിയുടേത് വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സ്റ്റെഫിന്റെ സംസ്കാരമാണ് തിങ്കളാഴ്ച നടക്കുക. 3 പേരുടെയും മൃതദേഹം വിവിധ മോർച്ചറികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഷിബു വർഗീസിന്റേത് തിരുവല്ലയിലെ പുഷ്പഗിരി ആശുപത്രിയിലും, ഒപ്പം തന്നെ ശ്രീഹരിയുടേത് തുരുത്തിയിലെ സെന്റ് ജൂഡ് ആശുപത്രിയിലുമാണുള്ളത്. സ്റ്റെഫിന്റേത് മാന്നാനം മന്ദിരം ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഈ മൃതദേഹം എത്തിയപ്പോൾ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ, അടുത്ത ബന്ധുക്കളും ഒക്കെ ഇവിടെ എത്തിയ അവരെ ഒരു നോക്ക് കാണുന്നതിനായി, 3 പേരെയും കാണുന്നതിനായി വിവിധ ആശുപത്രികളിൽ ബന്ധുക്കളൊക്കെയും തടിച്ചുകൂടിയിരുന്നു. ജില്ലാ ഭരണകൂടവും ഒക്കെ തടിച്ചുകൂടിയിരുന്നു. വലിയ വേദനയോടുകൂടി തന്നെ ഈ കുടുംബങ്ങൾ തുടരുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. ചില ബന്ധുക്കളുടെയും മറ്റും, വിദേശത്തുള്ള ബന്ധുക്കളുടെയും മറ്റും വരവൊക്കെ പ്രമാണിച്ചുകൊണ്ടാണ് ഈ സംസ്കാരം നാളെയും മറ്റന്നാളുമൊക്കെ ആയി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ രാവിലെ മുതൽ തന്നെ ഈ നാളത്തെ സംസ്കാരമുള്ളവരുടെ മൃതദേഹം നാളെ രാവിലെ തന്നെ മോർച്ചറിയിൽ നിന്ന് പുറത്തെത്തിക്കുകയും വീടുകളിൽ എത്തിക്കുകയും ചെയ്യും. അവിടെ ശ്രീഹരിയുടേത് വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാരം. ഷിബു വർഗീസിന്റേത് വീട്ടിലെത്തിച്ച ശേഷം പിന്നീട് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും സംസ്കാരം നടത്തുകയും ചെയ്യും. നാളത്തെ 2 സംസ്കാരങ്ങളും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ജില്ലാ ഭരണകൂടവും മന്ത്രിമാരും ഒക്കെ ഇതിൽ പങ്കെടുത്തേക്കുമെന്നതാണ് വിവരം. ഇന്ന് വൈകുന്നേരം എത്തുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നാളെ രാവിലെ ഈ വീടുകളിൽ സന്ദർശനത്തിന് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സുരേഷ് ഗോപി വന്നേക്കും എന്നുള്ള സൂചനകളും ഉണ്ട്. അക്കാര്യത്തിലൊക്കെ അന്തിമ സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും ജോർജ് കുര്യൻ ഈ വീടുകളിൽ എത്തുന്നുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. പത്തനംതിട്ട ജില്ലയാണ് ഈ കുവൈറ്റ് ദുരന്തത്തിൽ ഏറ്റവും അധികം നഷ്ടം പേറിയ ഒരിടം. കൂടുതൽ മരണമുണ്ടായത് പത്തനംതിട്ട സ്വദേശികളുടേതാണ്. ഇതിൽ ആകാശ് ശശിധരന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ശശിനാരായണൻ നമുക്കൊപ്പം ചേരുന്നു. ശശിനാരായണൻ, ആകാശിന്റെ സംസ്കാര ചടങ്ങുകൾ മാത്രമാണോ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്നത്? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? സജിത്തെ, അല്പസമയം മുമ്പാണ് പന്തളം സ്വദേശി ആകാശിന്റെ മൃതദേഹം പന്തളത്തെ വീട്ടിൽ എത്തിച്ചത്. 2 മണിക്കാണ് സംസ്കാരം. ഇപ്പോൾ 11 മണി തൊട്ട് പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെയും ആകാശിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കമുള്ള വലിയൊരു ജനാവലി തന്നെ ഈ ആകാശിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇപ്പോൾ ഈ വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിറ്റയം കുമാർ എംഎൽഎ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം കുമാർ, അതുപോലെ നഗരസഭ ചെയർപേഴ്സൺ സുശീല സന്തോഷ്, അങ്ങനെ ജനപ്രതിനിധികളും ഇപ്പോൾ സ്ഥലത്തുണ്ട്. എന്തായാലും 2 മണിക്കാണ് സംസ്കാര ചടങ്ങ് നടക്കുക. 4 പേരാണ് പത്തനംതിട്ട ജില്ലയില് ഇനി സംസ്കാര ചടങ്ങ് 4 പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിക്കാനുള്ളത്. അതിൽ ആകാശിന്റെ മൃതദേഹം ഇന്ന് 2 മണിക്ക് പന്തളത്ത് സംസ്കരിക്കും, വീട്ടുവളപ്പിൽ സംസ്കരിക്കും. അതേസമയം നിരണ സ്വദേശി മാത്യു തോമസ്, മേപ്പള സ്വദേശി തോമസ് ഉമ്മൻ, അതുപോലെ കീഴ്വായ്പ സ്വദേശി ശിവൻ, പട്ടച്ചാക്കൽ കോന്നി സ്വദേശി സജി വർഗീസ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് നാളെയും മറ്റന്നാളുമായി സംസ്കരിക്കുന്നത്. മേപ്പള സ്വദേശി തോമസ് ഉമ്മന്റെ മൃതദേഹം ഇന്ന് 4 മണിയോടുകൂടി വീട്ടിൽ കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം വീട്ടിൽ പ്രദർശനം വെക്കും. നാളെയാണ് തോമസ് ഉമ്മന്റെ ഞായറാഴ്ച സംസ്കാര ചടങ്ങ് നടക്കും. തിങ്കളാഴ്ചയാണ് കീഴ്വായ്പൂർ സ്വദേശി ശിവന്റെയും സിജി വർഗീസിന്റെയും കോന്നി സ്വദേശി സിജി വർഗീസിന്റെയും സംസ്കാര ചടങ്ങ് നടക്കുക. എന്തായാലും പന്തളത്ത് വലിയ ഒരു ആകാശിന്റെ മൃതദേഹം കൊണ്ടുവന്ന സമയത്തിന് വലിയൊരു ജനാവലി തന്നെ ഇപ്പോൾ പന്തളത്ത് ഉണ്ട്. അവസാനമായി ആകാശിനെ കാണുന്നതിനായി, അന്തിമോപചാരം ഒപ്പിക്കുന്നതിനായി വിവിധ മേഖലകളിലുള്ള വിവിധ ആളുകൾ ഇപ്പോൾ ഈ
ആകാശിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മണി വരെയാണ് പൊതുദർശന സമയം വെച്ചിരിക്കുന്നത്. 2 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വലിയ വേദനയോടെയാണ് മുടിയൂർക്കോണം ഗ്രാമവും പ്രദേശവാസികളും ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് അത്തരത്തിലാണ് മനസ്സിന് വളരെ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത്തരത്തിൽ ആ നാടുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെയാണ് ഈ ആകാശും അതുപോലെ തന്നെ ആകാശിന്റെ കുടുംബവും ഒക്കെ അത്തരത്തിൽ സുഹൃത്തുക്കളും ഒരു നല്ലൊരു സൗഹൃദ വലയം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്രത്യക്ഷമായുള്ള ആകാശിന്റെ വിയോഗം നാടിനെ സംബന്ധിച്ച് ഞെട്ടിച്ച് കളഞ്ഞു എന്ന് വേണം പറയാൻ. എന്തായാലും വലിയ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഉടൻ എത്തും. ഔദ്യോഗിക ബഹുമതിയോട് കൂടിയാണ് സംസ്കാര ചടങ്ങ് നടക്കുക. നല്ല ക്രമീകരണങ്ങളെല്ലാം നടന്നു വരികയാണ്. അതാണ് സാഹചര്യം. ആകാശ് ശശിധരന്റെ സംസ്കാര ചടങ്ങുകൾ ഉടൻ തന്നെ നടക്കും എന്നതാണ് സാഹചര്യം. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടത് ആകാശിന്റെ വീട്ടിൽ മൃതദേഹം എത്തിച്ചപ്പോഴുണ്ടായ സാഹചര്യങ്ങളാണ്. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ അപകട വാർത്തയുടെ ഞെട്ടൽ ഇനിയും വിട്ടുമാറാതെ കണ്ണൂർ മാത്തിൽ സ്വദേശി സേതു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അപകടം നടന്ന ക്യാമ്പിലെ താമസക്കാരനായ സേതു നാട്ടിലേക്ക് എത്തിയത്. മരണപ്പെട്ടവരെല്ലാം അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് സേതു ന്യൂസ് 18നോട് പറഞ്ഞു. കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ വലിയ അപകടമുണ്ടായ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന സേതു എന്ന ആളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹം ഈ മരണപ്പെട്ടവരുടെ കൂടെ താമസിക്കും, അവർ അടുത്ത പരിചയമുള്ള ഒരാളും കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് കാര്യങ്ങൾ. എന്താണ്, നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനത് സെയിം ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ ലീവിന് വന്നതാണ്. ഈ ഇപ്പോൾ മരണപ്പെട്ടവരെ ആരൊക്കെ നിങ്ങൾക്ക് അറിയാം? എങ്ങനെയാണ് ബന്ധം? എല്ലാവരും കാണുന്നതാണ്. കൂടെ വർക്ക് ചെയ്ത് 2-3 പേരുണ്ടായിരുന്നു. എല്ലാവരും പരിചയമില്ല, സ്ഥിരം കാണുന്നവരാണ്. ഓഫീസിലായാലും ക്യാമ്പിലായാലും കാണുന്നവരാണ്. നിങ്ങൾക്ക് ഈ അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായത് ഫയറിലുണ്ടായതാണെന്ന് പറഞ്ഞു. പകലും പുക ശ്വസിച്ചിട്ട് പറ്റിപ്പോയതാണെന്ന്. നിങ്ങളിവിടെ ഉണ്ടായ ആളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? നാട്ടിലുണ്ടായത് അവിടെ കുഴപ്പമില്ല, നല്ല ക്യാമ്പും കാര്യങ്ങളും. കമ്പനി എല്ലാവരും ലേബേഴ്സിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്പനിയെല്ലാം ഹെൽപ്ഫുള്ളാണ് ആൾക്കാരോട്. നിങ്ങളിപ്പോൾ എത്ര കാലമായി വന്നിട്ട് ഇനി തിരിച്ചു പോകാൻ നിന്നതാണോ? എന്താണ്, എങ്ങനെയാണ്? ഞാൻ 3 മാസമായി വന്നിട്ട്. ഈ മാസം 27 തിരിച്ചു പോകണ്ടായിരുന്നു. ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു എങ്ങനെയായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ? നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ ഒരു അപകടത്തിൽ പെട്ടുകൊണ്ട് നമുക്കൊരു ഷോക്കായിരുന്നു. അത് 2 ദിവസമായി ഉറങ്ങിയിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു, ഫോൺ വിളികളും എല്ലാമായിട്ട്. തിരിച്ചു പോകാൻ നിന്നാണോ അങ്ങോട്ടേക്ക്? തിരിച്ചു പോകുന്നതാണ് 27-ന്. അതിപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല. കമ്പനി കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. എന്തായാലും ആ ഒരു ഞെട്ടലിൽ നിന്നും ഇദ്ദേഹം ഇപ്പോഴും മുക്തനായിട്ടില്ല. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കണ്ണൂരുകാരൻ സേതുവിന് പറയാനുള്ള അതാണ്. തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അപകടത്തിൽപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖം. അതാണ് സാഹചര്യം. വീണ്ടും ഒരു ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം.